ചെമ്പകമംഗലത്തുകാരുടെ കരുത്ത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഇന്ദ്രജ മത്സരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ട കേസ് IG ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ പുത്രൻ ഇവിടെ ഉണ്ട്. ചെറിയ ആളുമല്ല, ACP. അവനെ വരെ സൈലന്റ് ആക്കിയ ഈ ബർമുഡ ട്രയാങ്കിൾ അവർ ഒരുക്കിയിരിക്കുന്നത്. നന്ദിനി എടുത്തിയെ ഏത് വഴിയും നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തു എന്നാ ആലോചിക്കേണ്ടത്. ഇത് ജഗദീഷേട്ടാ, രാമേട്ട കാപ്പി പിടിക്ക്. ഇവിടം തടി ആഘോഷോ അതോ നിന്റെ അച്ഛൻ മന്മഥ പണിക്കരുടെ സപ്തതി അടിയന്തരത്തിന്റെ ആഘോഷങ്ങളോ? ചെകിട് നോക്കിയൊരു അലക്കലയ്ക്കാനുണ്ടല്ലോ ചേട്ടാ. അവിടെ ഒരു കാപ്പി കുടി മഹോത്സവം. കൂട്ടത്തിലൊന്നിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിന്റെ സന്തോഷ സൂചകമായിട്ട് അവളുടെ ഒരു കാപ്പി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചല്ല. അറിയാവടി നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താന്ന്. അവരെ അറസ്റ്റ് ചെയ്തപ്പോ ഉള്ളാലെ സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷിച്ചോ, പക്ഷെ ആ സന്തോഷം എന്റെ മുന്നിൽ പ്രകടിപ്പിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും. ഒരു ഇന്ദ്രജ മാത്രമല്ലടാ നന്ദിനിയുടെ ശത്രുക്കൾ, ഇതിനകത്താ അവരുടെ ശത്രുക്കൾ. ഈ വക കീടങ്ങളെ അങ്ങ് വിട്. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പുറത്തിറക്കാനുള്ള വഴി ആലോചിക്കാം. നിങ്ങൾ അറിഞ്ഞോ പോലീസ് വാർത്തകള്? പോലീസ് ക്ലബിലിട്ടാ നന്ദിനിയെ ചോദ്യം ചെയ്യുന്നത്. IG-യുടെ നേതൃത്വത്തില് നന്ദിനിയെ ഒരു കസേരയുടെ കാല് കെട്ടിയിട്ടാ പോലീസുകാരെല്ലാരും കൂടെ ചോദ്യം ചെയ്യുന്നത്. മുടിഞ്ഞ മർദ്ദനമാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രി തന്നെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയേക്കും. നിർത്തടി, നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? മാതാപിതാക്കളായ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞാൻ ഇവളെ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ചെയ്യാൻ മടിയാണെങ്കിലേ ഞാൻ ചെയ്യാം. ഇല്ലെങ്കിലേ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല. ചെണ്ടയോ നിങ്ങൾക്ക് തോന്നുമ്പോ തല്ലാൻ? ആ നന്ദിനി കൊലപാതകം ചെയ്തതിന് നിരപരാധിയായി ഞാൻ എന്ത് പഴച്ചു? മിണ്ടരുത് നീ. പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ആ മാധുരി മരിക്കുമ്പോഴേ നന്ദിനി ഇവിടെ ഇല്ലായിരുന്നു. ജയേട്ടനോടൊപ്പം ചേർന്ന് ആ നന്ദിനി എന്റെ കൈ കൊണ്ട് മരിക്കണ്ടെങ്കിൽ ഇറങ്ങി പോടി ഉടന്നു. ഇവിടെ നിപ്പുണ്ടായിരുന്നോ വിരഹാർദ്രയായ മാനസപുത്രി? മാതാശ്രീയായ നന്ദിനി ദേവി തങ്കച്ചിയെ ഇനി വരില്ല. അവളെ പോലീസുകാരെല്ലാരും കൂടിയേ ജയിലിലേക്ക് താലപ്പൊലിയോടുകൂടി കൊണ്ടുപോകും. അവൾ അഴിക്കകത്ത്, നീ പെരുവഴിയിലും. ഏതൊരു പിതാവിനും ഏറ്റവും പ്രിയപ്പെട്ടവരാ പെൺമക്കൾ. അതുകൊണ്ട് നിന്നെ ഇതുവരെ ഞാൻ തല്ലിയിട്ടില്ല. പക്ഷേ നിന്റെ നാവർത്തു മാറ്റി നിന്നെ നിശബ്ദയാക്കേണ്ട ഗതികേട് ഈ അച്ഛനുണ്ടാവരുത്.
മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്യാത്ത നമ്മുടെ മകളോടാണല്ലോ ആ ഇന്ദ്രജയുടെ പ്രതികാരം. മാധുരി തീർന്നതുപോലെ ഇവളും തീരും. സംശയം വേണ്ട. മാധുരി ആത്മഹത്യ ചെയ്തതാ, പക്ഷേ ഇവള് കൊല്ലപ്പെടും. എന്തായി മോനെ കാര്യങ്ങള്? ഐ ജി നേരിട്ട മുത്തശ്ശി ഇതെല്ലാം ചെയ്യുന്നത്. എന്നെ ചലിക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല. ആ ഇന്ദ്രജ അമ്മായിയുടെ വലം കൈ അയാള്. എന്റെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷിച്ചെടുക്കണമല്ലോ എന്റെ ദൈവമേ. അവരമ്മയെ കോടതിയിൽ ഹാജരാക്കാനുള്ള റിമാൻഡ് റിപ്പോർട്ട് എഴുതുക. ഈ ഒരു രാത്രിയുടെ പ്രശ്നമേ ഉള്ളൂ. നാളെ കോടതിയിൽ നിന്ന് ഞാൻ അമ്മയെ ജാമ്യത്തിലിറക്കും. ഇന്ന് ഞാൻ അമ്മയോടൊപ്പം സ്റ്റേഷനിൽ തന്നെ ഇരിക്കും. ഞാൻ അമ്മയ്ക്ക് മാറാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. ഒരു രാത്രി പോലും അവള് ലോക്കപ്പിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. മീനാക്ഷി വാ. കേറ്. ഹലോ. ആ, എനിക്കൊരു സഹായം വേണം. ആ ശരി. കൈമളേട്ടാ, വേഗം റെഡിയാവ്. നമുക്കൊരിടം വരെ പോവാം. റെഡിയാകാനൊന്നുമില്ല, നമുക്കിറങ്ങാം. ആ ആ മോളെ, ഇവര് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ. വിഷമിക്കണ്ട. എന്താ ഇവിടെ? എന്താ സാർ, ഇപ്പൊ പോലീസ് സ്റ്റേഷനും ജയിലും ഒക്കെ ഭരിക്കുന്നത് പുറത്തുള്ളവരാണോ? കൊലക്കേസ് പ്രതിയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ടങ്ങ് പൊക്കോണം. അല്ലാതെ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്. കൊലക്കേസ് പ്രതിയോ? ആര്? ഈ നിൽക്കുന്ന നന്ദിനി. അല്ലാതെ ആര്? ആരുടെ കൽപ്പന അനുസരിച്ചാ നന്ദിനിയെ പ്രതിയാക്കിയത്? ഞങ്ങള് നന്ദിനിയെ കൊണ്ടുപോകാൻ വന്നതാ. നന്ദിനെ ഞങ്ങൾ രാവിലെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജാമ്യത്തെടുത്താൽ മതി. ഇന്ന് രാത്രി ഇവള് ഈ ലോക്കപ്പിനുള്ളിൽ കിടക്കും. ഇവൾ ഒരു ലോക്കപ്പിലും കിടക്കില്ല. ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും. കൊള്ളാലോ വെല്ലുവിളി. ഭീഷണിപ്പെടുത്തിയാലുണ്ടല്ലോ. അനുവാദമില്ലാതെ കയറി വന്നതും പോരാ, പോലീസുകാരെ വിരട്ടുന്നോ? ഇവളെ കണ്ടെങ്കില് മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോ. ഇൻസ്പെക്ടർ, ഇവരോട് മാന്യമായി സംസാരിക്കണം. ഞാൻ സർവീസിലുള്ള ACP. സാറിനോട് ഈ കേസിൽ ഇടപെടണ്ടെന്ന് IG നേരിട്ട് പറഞ്ഞതാ. നന്ദിനി ഞങ്ങളുടെ മകളാണ്. കുറ്റം ചെയ്യാത്ത ഇവളെ നിങ്ങൾ കുറ്റവാളിയാക്കി ഇതിനകത്തേക്ക് പിടിച്ചോണ്ട് വന്നിരിക്കുക. ആ മര്യാദ കേടിന് നിങ്ങൾക്കുള്ള ശിക്ഷ പോരാ. പക്ഷേ ഇപ്പൊ ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും. മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കണം, ഇല്ലെങ്കിലേ പിടിച്ച് പുറത്താക്കും. മര്യാദയ്ക്ക് സംസാരിക്കണോ? താൻ സർക്കിൾ ഇൻസ്പെക്ടറോ അതോ തെരുവുണ്ടയോ? നന്ദിനിയും കൊണ്ടേ ഞങ്ങൾ പോകൂ. എങ്കിലൊന്ന് കാണണമല്ലോ.
എന്താ അമ്മയ്ക്കും അച്ഛനും ഇവര് കസേര തന്നില്ലേ? ഇല്ല. സീനിയർ സിറ്റിസനുള്ള പരിഗണന പോലും നിങ്ങൾ കൊടുത്തില്ല. പ്രോട്ടോകോൾ അറിയില്ലടോ തനിക്ക്? ഇടോ രാജ്യം ആദരിച്ചതാ ഈ അമ്മയെ. എന്താടോ അതൊന്നും അറിയില്ല ആർക്കും? കസേരകൾ കൊണ്ടിടോ. എന്താടോ ഇത്തരം കലാപരിപാടികൾ അരങ്ങേറാൻ പോലീസ് ക്ലബിനെ തെരഞ്ഞെടുത്തത്? ഐ ജി ആയിരുന്നല്ലേ ഇതിന്റെ സംഘാടകനും സംവിധാനവും ഒക്കെ? കോൾ ദി ഐ ജി. സർ, സർ, ഇതാരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ ഡ്രാമയാണ് ഐ ജി? താനാണ് ഇതിന്റെ ഡയറക്ടർ അല്ലേ? സർ, അത് കെട്ടിച്ചമച്ചതാണെങ്കിലും ഒരു സബ് ഇൻസ്പെക്ടർ അന്വേഷിക്കേണ്ട കേസ് ഐ ജി ആയ താങ്കളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷിച്ചത്. അത് താങ്കളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ എനിക്ക് മനസ്സിലാവും. സർ, അത് ഞാൻ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് താങ്കൾ എന്റെ ഓഫീസിൽ ഹാജരായിരിക്കണം. നിങ്ങളിനി സർവീസിൽ വേണോ വേണ്ടയോ എന്ന് അപ്പൊ തീരുമാനിക്കാം. സർ, അത് പിന്നെ ഹലോ 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 ഇത്ര തിടുക്കപ്പെട്ട് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കുറ്റം അടിച്ചേൽപ്പിച്ച് കോടതിയിൽ ഹാജരാക്കാൻ ഇവരെന്ത് തെറ്റാണോ ചെയ്തത്? അതും ഡിപ്പാർട്ട്മെന്റിന് മതിപ്പുള്ള യാതൊരു കറപ്ഷനും ഇല്ലാത്ത ഒരു സുപ്പീരിയർ ഓഫീസറെ മറികടന്ന്. ആർക്കായിരുന്നു ഇത്ര വെപ്രാളം? സർ, എന്താ ഇവർ ചെയ്ത തെറ്റ്? ആർക്കാ ഈ സ്റ്റേഷന്റെ ചാർജ്? ആരാ സബ് ഇൻസ്പെക്ടർ? ഞാനാണ് സാർ. നിങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടർ. സർ, എന്താ ഈ സ്ത്രീ ചെയ്ത കുറ്റം? അത് സർ, കുറച്ചുനാൾ മുന്നേ മാധുരി എന്ന സ്ത്രീയെ അവരുടെ ഭർത്താവ് കൊലപ്പെടുത്തിയ കേസുണ്ട്. ആ കേസിനെ കുറിച്ച് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ആ കേസും നന്ദിനിയും തമ്മിൽ എന്ത് ബന്ധം? കൊല്ലപ്പെട്ട മാധുരിയുടെ ഘാതകൻ ജയരാമന്റെ ആദ്യ ഭാര്യയാണ് നന്ദിനി. നന്ദിനിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ജയരാമൻ ഈ കൊലപാതകം നടത്തിയത്. അതില് ഇവരുടെ വ്യക്തമായ പങ്കുണ്ട്. നല്ല ലോജിക്കുള്ള കഥയാണല്ലോ. ആരാ കഥാകൃത്ത്? ഈ SIO അതോ താനോ? സർ, നന്ദിനിയെ വേണ്ടാഞ്ഞിട്ടാ ജയരാമൻ മാധുരിയെ സ്വീകരിച്ചത്. പിന്നെന്തിനാ നന്ദിനിയുമായി ഒരുമിച്ച് ജീവിക്കാൻ ജയരാമൻ മാധുരിയെ കൊല്ലണം? ആ കൊലപാതകത്തില് ജയരാമനെ പോലെ നന്ദിനി കുറ്റവാളിയാണ് സർ. തെളിവുണ്ടോ? ഉണ്ട് സർ. എന്ത് തെളിവ്? നന്ദിനി ദിനം പ്രതി എന്നോണം ജയരാമനെ വിളിക്കാറുണ്ടായിരുന്നു സർ. ദിനം പ്രതിയൊന്നും വിളിക്കാറില്ലായിരുന്നു. വർഷത്തിൽ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു. കോൾ ലിസ്റ്റ് എടുപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മാധുരി മരിക്കുന്ന സമയത്ത് നന്ദിനി ഫ്ളാറ്റിലുണ്ടായിരുന്നതായി സാക്ഷിമൊഴികളുണ്ട് സർ. ആരൊക്കെയാണ് സാക്ഷികൾ? ഫ്ളാറ്റിലെ സെക്യൂരിറ്റി, കൂടാതെ അടുത്ത 8-ാം നമ്പർ ഫ്ളാറ്റിൽ താമസക്കാരനായ മോഹൻ തമ്പിയും. അല്ല, വേണമെങ്കിൽ അവരെ വിളിപ്പിക്കാം സർ. വേണ്ട, നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടണ്ട. ഞങ്ങൾ അവരെ വിളിപ്പിച്ചിട്ടുണ്ട്. ACP സർ.
താങ്കൾ ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി തന്നെയല്ലേ? അതെ. മാധുരി മരിച്ച ദിവസം ഈ നിൽക്കുന്ന സ്ത്രീയെ ആ ഫ്ലാറ്റിൽ നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. നിങ്ങൾ ഇവരെ കണ്ടിരുന്നതായി മൊഴി നൽകിയിട്ടുണ്ടെന്ന് സർക്കിൾ സാർ പറയുന്നുണ്ടല്ലോ. ഈ സർക്കിൾ സാർ തന്നെ കള്ളമൊഴി നൽകാൻ വേണ്ടി എന്നോട് പറഞ്ഞിരുന്നു. രൂപ പ്രതിഫലം നൽകാമെന്നും പറഞ്ഞു. അതുകൊണ്ട് പേപ്പറിൽ എഴുതി ഞാൻ പേരെഴുതി ഒപ്പിട്ട് കൊടുത്തു സാർ. പൊയ്ക്കോളൂ. ഓ ശരി. ആ മോഹൻ തമ്പിയെ വിളിക്കാം. സർ. മോഹൻ തമ്പിയല്ലേ? അതെ. ഫ്ലാറ്റിൽ മാധുരി മരിച്ച ദിവസം ഈ നിൽക്കുന്ന നന്ദിനിയെ കണ്ടതായി നിങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടതായി കോടതി പറയണമെന്ന് ഈ സർക്കിൾ സാറും ഈ SI സാറും കൂടെ വന്ന് പറഞ്ഞു. ഫ്ലാറ്റിൽ എന്റെ പേരക്കുട്ടികളുണ്ടായിരുന്നു. ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് കരുതി ഞാൻ അങ്ങനെ പറയാമെന്ന് ഏറ്റു. അതാണ് സത്യം. താങ്ക് യു സർ. പൊക്കോളൂ. അപ്പോ എങ്ങനെ നന്ദിനെ വിട്ടയക്കാലോ? എന്താന്ന് മൊഴിയാത്തത്? വിട്ടയക്കുക സാർ. നിങ്ങൾ മനഃപൂർവ്വം കുറ്റവാളിയാക്കപ്പെട്ട സ്ത്രീയും അവരുടെ ബന്ധുക്കളും ഈ നേരം അത്രയും അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്കും അപമാനങ്ങൾക്കും ആര് സമാധാനം പറയും? ഇതൊരു സാംസ്കാരിക സംസ്ഥാനമാണ്. പൊളിറ്റിക്സും മതങ്ങളും ഒരുപാടുണ്ടെങ്കിലും ആത്യന്തികമായി ഇവിടുത്തെ മനുഷ്യർ ഒന്നാണ്. ആത്മാർത്ഥതയും സത്യസന്ധതയും പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ഈ സേനയിലുള്ളവർക്ക് വേണ്ടത്. ക്രിമിനലുകളെ ഒതുക്കേണ്ടവർ തന്നെ ക്രിമിനലുകളായാലോ? ഈ നാടിന്റെ ക്രമസമാധാനം തകരും. അങ്ങനെ ചെയ്യുന്നവരുടെ സേവനം ഈ സേനയിൽ വേണ്ട. മഹാദേവൻ, പേര് ശ്രീ പരമേശ്വരൻ്റേത്, പ്രവൃത്തി നരകാസുരൻ്റേത്. സസ്പെൻഡ് ഹിം. എന്താ പേര്? മേരി. മേരി. പേര് ലോകമാതാവിൻ്റേത്, മനസ്സ് മകനെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റേത്. സസ്പെൻഡ് ഹർ. അമ്മേ, അച്ഛാ, രാത്രിയാണ്, യാത്രയില്ല. ഇറങ്ങിക്കോട്ടെ. താങ്ക് യു സർ.
അമ്മേ മോളെ അമ്മ അവര് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. എന്റെ മകൻ ACP കാർത്തി കാവലായി നിൽക്കുമ്പോഴോ? അതിന് കരയുന്നതിനാ മോളെ? അമ്മ വേഗം തിരിച്ചു വന്നപ്പോ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സന്തോഷം കൊണ്ട് കരയുന്നതാ മുത്തശ്ശ. സന്തോഷ കണ്ണീർ.